കോൾ ഈസ് ബീയിങ് റെക്കോർഡഡ് ഹിയർ ഓൾസോ. പറഞ്ഞോളൂ. പറയാനൊന്നുമില്ല. ഐറിസ് എന്താണെന്നറിയോ താങ്കൾക്ക്? എന്താണ് ഐറിസ് എന്താണെന്നറിയോ? ഇല്ല, അറിയത്തില്ല. അറിയത്തില്ല അല്ലേ? ഇല്ല. ഐറിസിനൊരു വിങ് ഫാമിലി ഉണ്ട്, അതറിയോ താനിക്ക്? പിന്നെ അതിനെ കുറിച്ച് ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അതെ ചേട്ടേ, എടാ നമ്മളെന്താന്നറിയോ എനിക്ക്? നീയൊക്കെ പൊളിച്ചടക്കാൻ വേണ്ടിട്ട് ബാങ്ക് പൂട്ടാൻ പോയി കഴിഞ്ഞാൽ പൂട്ടിയാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കേസ് നടത്തണം വെച്ചാൽ നമ്മള് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നടത്തും. കാണണോ എനിക്ക്? നീ ആരടാ? നിന്റെ വിചാരം നടാ. എന്നാടാ വിചാരം? കൊറേ ഇറങ്ങിയിട്ടുണ്ട്. നിനക്ക് വേറെ പണി. നിന്റെ അമ്മേനെ പെങ്ങന്മാരും നന്നാക്കാൻ നടക്കും. നീ സ്വയം നന്നാകും. നീ ഒരു ബിസിനസ് കേസ് നടത്തണം. നിങ്ങളെ കേസ് കയ്യിൽ നിന്ന് കാശിട്ട് അത് നമ്മുടെ സൗകര്യം. നമ്മുടെ ഫണ്ട് നിങ്ങളല്ല, അത് നമ്മുടെ സൗകര്യമാണ്. ആയിക്കോട്ടെ, ഇതെന്റെ സൗകര്യമാണ്. നിന്റെ ഫണ്ട് നമ്മൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? നിന്റെ ഫണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. താന് അതിന് വേണ്ടിട്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. താൻ ബാങ്കിൽ വിളിച്ചിട്ട് താങ്കൾ പറയുന്നു അത് കേട്ട മാനേജറിന്റെ വിഡ്ഢിയാണ് ശരിക്ക്. അദ്ദേഹം ആദ്യം നിലപാടെടുക്കേണ്ട ആ ബാങ്കിലെ അക്കൗണ്ട് എന്താണ്, ആ അക്കൗണ്ടിലെ ഒരാളെ അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടിട്ട് തങ്ങളെ പോലത്തെ ഒരാൾ വിളിച്ച് എന്തിന്? എന്തായിരുന്നു നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേരെന്തിനാ താൻ അറിയുന്നത്? അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലത് എനിക്ക്. എല്ലാവരും പേര് കണ്ടുപിടിക്കുന്ന ആൾക്കാരല്ലേ. ഇങ്ങോട്ട് വിളിച്ചു നിന്റെ പേര് പറഞ്ഞൂടെ? തോലി പേരും ഇട്ടിട്ട് നിന്റെ പേര് തന്നെ അപമാനാടോ താന്. മനസ്സിലായ? തന്നെ ജനിപ്പിക്കുന്ന സമയത്ത് തന്റെ അമ്മക്ക് 2 വായ വെച്ചിന് അതൊന്നും ഉപകരിക്കും. നാട്ടുകാർക്ക് ദ്രോഹം ചെയ്യാൻ നടക്കുന്ന എന്നിട്ട് ഒരു ആടാ എന്തായാലും എന്താ ഒന്നും ആയാലും ഒന്നും ആവില്ല. എന്താ നീ എന്റെ പേരെടുത്താലെന്താ? നിനക്കേ ഈ ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുന്നവരെ അവര് ഈ അപ്പൊ നിന്റെ ബാങ്ക് മാനേജർ ഇരിക്കുന്നത് ക്ഷവരം ചെയ്യാനായിട്ട് വന്നിട്ടല്ല അവര് ഈ ബാങ്ക് മാനേജറായ. നിന്റെ ചെലവിലാണോ ബാങ്ക് മാനേജർ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒരാൾക്ക് അക്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം അന്വേഷിച്ചിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കും. ആ അക്കൗണ്ട് എന്തിനു വേണ്ടി ഫണ്ട് ഇടണമെന്ന് തീരുമാനിക്കുന്ന ഓരോരുത്തനുമാണ് അക്കൗണ്ട് ഫണ്ട് ഇടുന്ന. അല്ല, ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അതിനു വേണ്ടിട്ട് കുറച്ച് വക്കീലന്മാരെ ഒക്കെ വിളിക്കും. നിയമത്തിന്റെ വഴി തന്നെ പോയിക്കോളാം. നിയമത്തിന്റെ വഴി അതന്നെ ഞാൻ നോക്കിയേ. പരാതി കൊടുത്ത അങ്ങനല്ലേ? അതെ, നീ നിയമത്തിന്റെ വഴിയില് അവിടെ പരാതി കൊടുത്തെങ്കിൽ നിനക്ക് എതിരെ എങ്ങനെ പോണെന്ന് ഞങ്ങൾക്കും അറിയാം. എങ്കിൽ നോക്ക്, നിന്നെ കൊണ്ടൊക്കുന്ന പോലൊക്കെ നോക്ക്. എന്നെ കൊണ്ടൊക്കുന്ന പോലെ നോക്ക്. നീ ആരുടെ നാറി പറയാന്? നീ തെറി വിളിച്ചില്ലേ? അത്രയും മതി എനിക്ക്. നിന്നെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും മതി. നിന്റെ പേര് കേസ് കൊടുക്കും ഞാൻ. നീ പോയിട്ട്